സാധാരണയായി PSC എക്സാമുകളിൽ ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. രാജു എയിൽ നിന്നും ബിയിലേക്ക് ഒരു സ്കൂട്ടറിൽ 30 കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ യാത്ര തിരിക്കുകയും അരമണിക്കൂർ കൊണ്ട് ബിയിൽ എത്തിച്ചേരുകയും ചെയ്തു എങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എത്രയാണ്? അപ്പോൾ നമുക്ക് ദൂരം കണ്ടുപിടിക്കാനുള്ള സമവാക്യം ദൂരം സമം വേഗത ഇൻറ്റു സമയം എന്നാണ്. അപ്പോൾ ഇവിടെ ദൂരമാണ്, എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ദൂരം സമം വേഗത, എത്ര കിലോമീറ്റർ വേഗതയായിരുന്നു? 30 കിലോമീറ്റർ വേഗത ഇൻറ്റു സമയം, എത്ര സമയം കൊണ്ട് എത്തിയത്? അരമണിക്കൂർ വേഗത. അപ്പോൾ എന്താ, ഇൻറ്റു ഹാഫ് ചെയ്താൽ മതി. അരമണിക്കൂറിന് അരാന്ന് തന്നെ എഴുതിയാൽ മതി. 30 ഗുണം അരാന്ന് പറയുമ്പോൾ എത്രയാവും? 15 കിലോമീറ്റർ. എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 15 കിലോമീറ്ററാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 140 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 360 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം എടുക്കും? അപ്പോൾ ഇവിടെ ഈ ട്രെയിനിൻ്റെ നീളം, പാലത്തിൻ്റെ നീളം എന്നിവ മീറ്ററിൽ കൊടുത്തിട്ടുണ്ടല്ലേ. നമ്മുടെ വേഗത കിലോമീറ്ററിലാണ്. അപ്പം കിലോമീറ്റർ പെർ അവറാണ് നമ്മൾ സാധാരണ പറയാറ്. അതുപോലെ ഇവിടെ കിലോമീറ്ററിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ മീറ്ററിലാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ കിലോമീറ്ററിനെ എന്താക്കണം എന്നറിയോ? നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 45 കിലോമീറ്റർ ഉള്ള ഒരു സാധനത്തിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 45നെ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അതെന്താവും? കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് മീറ്റർ പെർ സെക്കൻഡായി മാറും. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? 9ൻ്റെ ടേബിൾ ഇതിൽ കട്ട് ചെയ്യുന്നത് 9 2s are 18, 9 5s are 45. അപ്പം 5 × 5 25/2 മീറ്റർ പെർ സെക്കൻഡ് എന്നാവും കേട്ടോ. ഇനി നമുക്കറിയാം, ഇനി എത്ര മീറ്ററാണ് ആകെ നീളം? ദൂരം എന്ന് പറയുന്നത് ആകെ ദൂരം, ട്രെയിനിൻ്റെ നീളം. ഇപ്പോൾ ഇത് ട്രെയിൻ ആണെങ്കിൽ ആ ട്രെയിൻ എന്ത് കിടക്കണം? ഇതൊരു പാലമാണെന്ന് വിചാരിക്കുക. ആ പാലം ഫുൾ കിടന്നപ്പുറത്തോളം. അപ്പോൾ ഇത്രയും ദൂരം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളവും പാലത്തിൻ്റെ നീളവും കംപ്ലീറ്റ് ആണ്. അപ്പോൾ ദൂരം എന്ന് പറയുന്നത് 140 + 360, അതായത് 500 മീറ്ററാണ് ആകെ ഇത് കടന്നു പോകേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ദൂരം 500 മീറ്റർ. നമ്മുടെ വേഗത എന്ന് പറയുന്നത് എത്രയാണ്? വേഗത = 25/2 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് വേഗത. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എത്ര സമയം എടുക്കും എന്നുള്ളതാണ് അല്ലേ? സമയമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ സമയം = ദൂരം ഭാഗം വേഗത. അപ്പോൾ ദൂരം എത്രയാണ്? ദൂരം 500 ÷ 25/2. ഈ ഭാഗം 2 എന്നുള്ള ഈ 2 എങ്ങനെ പോകും? എവിടെ പോകും എന്നറിയോ? ഈ ഭാഗം 2 എന്നുള്ളത് ഇങ്ങ് മുകളിലേക്ക് പോകും. അപ്പം ഇത് കട്ട് ചെയ്താൽ 25ഉം 50 കട്ട് ചെയ്ത് 2 കിട്ടുമല്ലോ. സോ 20 × 2, അതായത് 40 സെക്കൻഡ് മതി. എന്ത്? ആ പാലം കടന്നു പോകാൻ ആ ട്രെയിൻ എടുക്കുന്ന സമയം 40 സെക്കൻഡാണ്. സനീഷും സുനിലും ഒരു സ്ഥലത്ത് നിന്നും എതിർ ദിശകളിൽ യഥാക്രമം ശരാശരി 5 കിലോമീറ്റർ മണിക്കൂർ വേഗതയിലും 6 കിലോമീറ്റർ മണിക്കൂർ വേഗതയിലും നടക്കുന്നു എങ്കിൽ 3 മണിക്കൂറിന് ശേഷം അവർ എത്ര കിലോമീറ്റർ അകലത്തിലായിരിക്കും? അപ്പം അവർ രണ്ടുപേരും പുറപ്പെട്ട സ്ഥലം ഇതാണെന്ന് വിചാരിക്കും. ഒരാൾ ഇങ്ങോട്ടേക്ക് 5 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു, ഒരാൾ അതേ പൊസിഷനിൽ ഇങ്ങോട്ടേക്ക് 6 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഇവർ രണ്ടുപേരും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 11 കിലോമീറ്റർ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ 3 മണിക്കൂറിന് ശേഷം എത്ര കിലോമീറ്റർ അകലമായിരിക്കും? × 3 ചെയ്താൽ പോലെ 3 × 33 കിലോമീറ്റർ ദൂരത്തിലായിരിക്കും. ഓക്കെ, 33 കിലോമീറ്റർ അകലത്തിലായിരിക്കും.